നമസ്തേയിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്തേ. ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം. നമ്മുടെ മതഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് എപ്പോഴും വെളിച്ചമാണ്. നമ്മളെ നന്നായി മുൻപോട്ട് നയിക്കാനുള്ള ആശയങ്ങളാണ് എല്ലാ മതഗ്രന്ഥങ്ങളും നമുക്ക് നൽകുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ നന്നായി പഠിക്കുന്നവർക്ക് തീർച്ചയായും നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ കഴിയും, മറ്റുള്ളവരെ അങ്ങനെ ജീവിതത്തിലേക്ക് നയിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ്. അദ്ദേഹം ബൈബിളിനെ കുറിച്ച് ആധികാരികമായി പഠിച്ച വ്യക്തിയാണ്, സുവിശേഷ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം 2 ഭാഷയിലേക്ക്, പണിയ ഭാഷ, ജന്നു കുറുമ്പ എന്നീ 2 ഭാഷകളിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ആദ്യത്തെ ആധുനിക മലയാള പരിഭാഷ ബൈബിളിന്റെ, അങ്ങനെ തന്നെ പറയാം, വിശുദ്ധ സത്യവേദ പുസ്തകം മലയാളത്തിലെ 10ാമത്തെ പരിഭാഷയാണ്. ആധുനിക മലയാള പരിഭാഷയിൽ 1ാമത്തേതാണ്. അതോടൊപ്പം കിങ് ജെയിംസ് വേർഷന്റെ ഒരു ബൈബിൾ, ദി ക്രിസ്ത്യൻ വോക്ക്, അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ഇപ്പോൾ ആളുകൾ ഒരുപാട് വായിക്കുന്ന ഒരു പുസ്തകമാണ്. അതോടൊപ്പം ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ബൈബിൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥനകൾ നടത്തുന്നു, ധ്യാനത്തിൽ ഏർപ്പെടുത്തുന്നു. ഭക്തിഗാനങ്ങൾ അടങ്ങിയ CD-കൾ, രചനയും സംവിധാനവും നിർവഹിച്ച ഓഡിയോ CD-കൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒട്ടേറെ തലങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഇന്നത്തെ പ്രഭാതത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും പരിചയപ്പെടാം, സ്വാഗതം ചെയ്യാം. നമസ്തേയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എനിക്കത് ഒരുപാട് നാടുകളിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ള, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ശരിക്കും എങ്ങനെയാണ്, മാന്നാറാണ് ശരിക്കും സ്വദേശം, അവിടെ നിന്ന് ഇത്രയധികം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ആളുകളെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിന്റെ ഒരു എവിടെ നിന്നാണ്? എന്റെ പിതാവിന്റെ ദേശമാണ് മാന്നാർ. ഞാൻ ജനിച്ചതും വളർന്നതും മലേഷ്യയിലാണ്. ശരി. എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിലാണ് ഞാൻ ഇന്ത്യയിലെത്തുന്നത്. ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് വന്നു. അങ്ങനെയാണ് നാടുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. ശരി. മലയാളം, മലേഷ്യയിലാവുമ്പോൾ എനിക്കൊന്നും മലയാളം പഠിച്ചിട്ടില്ല. ഇല്ല, മലയാളം എന്നെ വീട്ടിലിരുത്തി എന്റെ പിതാവ് ചെറുപ്പം തൊട്ട് അഭ്യസിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ എത്യോപ്യയിലേക്ക് ഉദ്യോഗാർത്ഥം പോയി. ഞാനൊരു ഫാർമസി ബിരുദധാരിയാണ്. കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്നും പാസ്സായി. എത്യോപ്യയിൽ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം നൈജീരിയ, റുവാണ്ട, ഗാന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയും പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ദുബായിലെത്തുന്നത്. അവിടെയും ഫാർമസിസ്റ്റായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ എവിടെ വെച്ചാണ് ഒരു സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഇതിലേക്ക് അടുക്കാൻ എന്തെങ്കിലും സംഭവങ്ങളാണോ, അതോ ഏതെങ്കിലും വ്യക്തികളുടെ സാമീപ്യമാണോ? എന്താണ് അതിന്റെ കാരണം? ഞാൻ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ വ്യക്തമായ ഒരു വിളി കേട്ടുകൊണ്ടാണ്. 1983 ഡിസംബർ മാസം നടന്ന ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയിൽ ഇന്റർ ഡിനോമിനേഷണൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ അംഗങ്ങളാണ് എന്റെ മാതാവും പിതാവും ഞങ്ങളെല്ലാവരും. ശ്രേഷ്ഠ ദേവദാസൻ ബാബുദേശി നയിച്ച ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച്, ആ ഉപവാസ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ വ്യക്തമായി ദൈവം എന്നെ ദൈവത്തിൻ്റെതായിട്ടുള്ള വേലയ്ക്കായി വിളിച്ചതുകൊണ്ടാണ് ഞാൻ ആ വിളി സ്വീകരിച്ച് ഈ മാർഗത്തിലേക്ക് വന്നത്. ശരി. അന്ന് മുതലേ ബൈബിൾ അല്ലെ ഒരുപാട് തവണ വായിക്കും, അതിലെ ആശയങ്ങൾ പൂർണ്ണമായും? ഞാൻ സൺഡേ സ്കൂളിലും പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുമ്പോഴും വിദ്യാർത്ഥി പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകിയിരുന്നത് കൊണ്ടും സൺഡേ സ്കൂളിൽ പോകാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ആ പരിമിതി എന്നെ വിളിച്ച ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ആരെയാ വിളിക്കുന്നതെന്നും എങ്ങനെയാണ് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് വിളി സ്വീകരിക്കുക, ബാക്കിയുള്ളത് ഞാൻ തന്നുകൊള്ളാം. ആ ഒരു ഉറപ്പിന്മേലാണ് ഞാൻ ആ വിളി സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് ബൈബിളിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ശരി. ഒരുപക്ഷെ ദൈവാനുഗ്രഹം തന്നെയായിരിക്കും അല്ലെ, ബൈബിൾ എഴുതാൻ കഴിയുക എന്ന് പറയുന്നത്, പരിഭാഷപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത് ബൈബിൾ എഴുതുകയല്ല, വാസ്തവത്തിൽ എഴുതപ്പെട്ട വചനമാണ്, ദൈവവചനമാണ് ബൈബിൾ. അപ്പോൾ ആ ബൈബിളിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാൻ കഴിയുന്നത് ആ ദൈവകൃപ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, സുവിശേഷ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആദ്യമായി ഞാൻ ഇംഗ്ലീഷ് ബൈബിളും നിലവിലുള്ള മലയാളം ബൈബിളുമായിട്ട് പഠിച്ച ശേഷമാണ് ഒരു പ്രസംഗം തയ്യാറാക്കുന്നത്. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഈ താരതമ്യ പഠനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം മലയാളത്തിൽ ഉണ്ടായിരുന്ന പരിഭാഷകൾക്ക് ഇംഗ്ലീഷ് പരിഭാഷയുമായിട്ട് വളരെയധികം വ്യതിയാനമുണ്ടായിരുന്നു. കാരണം അന്നത്തെ ബൈബിളിന്റെ മലയാള പരിഭാഷ
11 പരിഭാഷയാണ്. അതാണ് 100 കൊല്ലത്തെ പഴക്കമുണ്ട്. ഈ 100 കൊല്ലം കൊണ്ട് മലയാള ഭാഷ വളരെയേറെ പുരോഗമിച്ചു. നമുക്ക് പുതിയ ലിപികളും പുതിയ ഭാഷാ ശൈലികളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായി. അതൊരു വലിയൊരു കുതിപ്പായിരുന്നു. എന്നാൽ ഈ ബൈബിളിന്റെ ഭാഷയ്ക്ക് വ്യത്യാസം വന്നിരുന്നില്ല. തന്നിമിത്തം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഈ ബൈബിളിന്റെ അക്ഷരങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ഭാഷ അതൊരു സുഖകരമായ വായനയല്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അർത്ഥങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിന് ബന്ധപ്പെട്ടവരെ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അവർക്കത് അംഗീകരിക്കുവാൻ പ്രയാസമുണ്ടായി. കാരണം ഞാനൊരു വൈദികനല്ല, ഒരു തിയോളജിനല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത എന്താണെന്നാണ് എന്നോട് അവർ ചോദിച്ചത്. എനിക്ക് യോഗ്യത ദൈവത്തിന്റെ കൃപ മാത്രം. അതിന്ന് ഒരുപാട് പേര് അവകാശപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അവരത് അംഗീകരിച്ചില്ല. പിന്നീടുള്ളത് ഇത് എന്തായാലും ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. അങ്ങനെ ആ മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ഞാൻ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ നയിക്കുന്ന വ്യക്തിയാണ്. ആ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്ത്യൻ ഡിനോമിനേഷൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നതിന്റെ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ ഞങ്ങൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന ആധുനിക മലയാള പരിഭാഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ശരി. ഉപവാസ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഈ പരിഭാഷയെ പറ്റി കുറച്ചുകൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഇതിൽ കുറച്ച് സവിശേഷതകളുണ്ട് ഈ ബൈബിൾ. ഞാനിപ്പം വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് സാധാരണ കണ്ടിട്ടുള്ള ബൈബിളിനേക്കാൾ കൂടുതൽ വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ ഈ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉപശീർഷകങ്ങൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉപമകൾ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ക്രമീകരിക്കാൻ വേണ്ടി അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഈ ബൈബിൾ? അതായത് എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ബൈബിൾ അനേകർ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ വായിക്കുന്ന കാര്യങ്ങൾ അവരുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് മനഃപൂർവ്വം അല്ല. ഇപ്പോൾ ഒരു കാര്യം ബൈബിൾ വായിക്കണമെന്നുള്ളത് സാധാരണ എല്ലാവരെയും ക്രിസ്തീയ ഭവനങ്ങളിൽ ഉള്ള ഒരു തത്വമാണ്. കുരിശ് വരയ്ക്കുമ്പോൾ ബൈബിൾ വായിക്കണം, ഇതൊരു നിയമമാണ്. പള്ളിയിൽ ബൈബിളിന്റെ വായനയുണ്ട്, വിശുദ്ധ കുർബാനയുടെ മധ്യ വായനയുണ്ട്. അപ്പോൾ ബൈബിള് ക്രിസ്തീയ ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ഭാഗമാണ്. എന്നാൽ ആ വായന കേവലം വായനയായിട്ട് അവസാനിക്കുമ്പോൾ അതിന്റെ ആന്തരികമായ അർത്ഥമോ നിത്യജീവിതത്തിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയും എന്നുള്ളതോ അധികമാരും ചിന്തിക്കാറില്ല. അപ്പൊ അവരെ ആ വായിച്ച ഭാഗങ്ങളിലേക്ക് ആകർഷിക്കുവാൻ, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തിപ്പിക്കുവാൻ ഉള്ള ഒരു മുഖാന്തരമായിട്ടാണ് ഈ സവിശേഷത ചേർത്തിരിക്കുന്നത്. ആത്മീയ ദർശനം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകമായ സവിശേഷതകളുണ്ട്. അപ്പം ആദാമും ഹവ്വായും വിലക്കപ്പെട്ട കനി നിന്ന് ഏദൻ തോട്ടത്തിന് പുറത്തായി. അത് സാധാരണ വായിക്കുമ്പോൾ പുറത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. പക്ഷേ അതിലെ ആത്മീയ ദർശനം വായിക്കുമ്പോൾ 4 പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ അനുദിന ജീവിതത്തിൽ സാത്താൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് കടന്നു വരുന്നത്. മാത്രമല്ല, അവൻ ദൈവം പറഞ്ഞത് കള്ളമാണെന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്.